ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിറ്റി ചാപ്റ്റർ ബൈ അതുല്യ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൽ പോകുന്ന വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ എണീറ്റിരിക്കലേക്ക് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ആക്ച്വലി ഏർലി മോർണിംഗ് ആണ്. ഞാൻ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് 5:30 ആയിരുന്നു. ഇപ്പോൾ ഒരു 5:45 ഒക്കെ ആയി കാണും. അപ്പം പുറകിലുള്ള വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും സൺറൈസ് ആവാൻ പോകുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ ടാങ്കിൽ വെള്ളം കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നല്ല രസമുള്ളത് കൊണ്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതിനെക്കുറിച്ചിട്ടായിരിക്കും. എൻ്റെ സൺഡേ എങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. വലിയ കാര്യത്തിരുന്ന് ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് കൊള്ളാമോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. പോകുന്ന വഴിയിൽ നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ടാണ് പോയത്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം വേറെ ഒരു അമ്പലത്തിലാണ് പോയത്. മധുരയിൽ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് യാനമലയെന്ന്. യാനമലയുടെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഈ താമരക്കുളമല്ലേ, ഞാൻ എപ്പോൾ പോയാലും അവിടെ താമര കാണത്തില്ല. പക്ഷേ വേറെ ആൾക്കാരൊക്കെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ ഇടുന്നതൊക്കെ കാണാം. പക്ഷെ ഞാൻ പോകുമ്പോഴത്തേക്കും അവിടെ താമരയൊന്നും കാണത്തില്ല. അപ്പോൾ അവിടെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയും ഭയങ്കര ഭംഗിയായിരുന്നു. ലൈക്ക് അത് പോകുന്ന ആ വഴി തന്നെ ഫുള്ളും ഗ്രാമങ്ങളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഒരുപാട് ഭയങ്കരമായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനെക്കാട്ടിലും എനിക്കിങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, ഭയങ്കര തിരക്കുകളൊന്നും അധികം ഇല്ലാത്ത ഗ്രാമത്തിൻ്റെ അകത്തുള്ള അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഇതില്ലേ, എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ ഒരു അമ്പലമുണ്ട്. ഇതേപോലെ ഒരു ശിവൻ്റെ അമ്പലമാണ്. ഞാൻ ഇപ്പോൾ പോയതും ഒരു ശിവൻ്റെ അമ്പലമാണ്. എൻ്റെ അച്ഛൻ്റെ നാട്ടിലുള്ളത് ഒരു ശിവൻ്റെ അമ്പലമാണ്. അവിടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ലോകത്ത് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടും എന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഞാൻ അതേ പറയത്തുള്ളൂ. അതുപോലെ വൈബ് കിട്ടിയ ഒരു സ്ഥലമാണ് ഇതും. ഭയങ്കര ഭംഗിയായിരുന്നെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. അത് ജസ്റ്റ് ബിക്കോസ് ആ ഒരു അമ്പലം കാണാൻ എസ്തറ്റിക് ആയതുകൊണ്ട് മാത്രമല്ല, അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ശരി, അതിൻ്റെ ചുറ്റുപാടാണെങ്കിലും ശരി, ഭയങ്കര ഭംഗിയായിരുന്നു. ലൈക്ക് ആക്ച്വലി അത് ഫുള്ളും ഭയങ്കര കിളികളുടെ ശബ്ദവും നല്ല കാറ്റും ഭയങ്കര ഒരു നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു. ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു അമ്പലത്തിൻ്റെ ടെറസിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഡ്രോണ് വെച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ കുംഭാഭിഷേകത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാടിക്കയറി വന്നതാണ്. പക്ഷേ അടിപൊളി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. ഫുള്ളും വില്ലേജിൻ്റെ അകത്താണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഇത് മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ആ ഒരു നമ്മുടെ അവിടുത്തെ ദേവസ്വം ബോർഡൊക്കെ കാണത്തില്ലേ, അപ്പം അതുപോലെ ഭയങ്കര ഭംഗി. ഫുള്ളും കിളികളും മരവും ഇവിടെ നിന്ന് നോക്കിയ മലയും ഭയങ്കര പീസ്ഫുള്ളായിട്ട്. ഇന്ന് ആക്ച്വലി ഇപ്പോൾ മണി എത്രയായി? ഓൾമോസ്റ്റ് ഒരു 9:30 ആയി കാണും. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലും 9:30 ആയി ഇവിടെ നിന്ന് എത്തി ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ. പക്ഷെ ഇന്ന് ക്ലൈമറ്റ് കുറച്ച് വെയിലൊന്നും ഇല്ലാത്തതുപോലെ കുറച്ച് ഡള്ളായിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് അടിപൊളിയായിട്ടിരിക്കുന്നു. ആക്ച്വലി ഇപ്പോൾ മുകളിൽ എല്ലാവരും അലോഡല്ല, പക്ഷേ ഇങ്ങനെ ഇതുപോലെ വീഡിയോസ് എടുക്കാനുള്ളത് കൊണ്ട് അലോ ചെയ്തിരിക്കുന്നത്. പക്ഷെ മുകളിൽ നിന്ന് കാണാനും ടോട്ടലി അമ്പലം തന്നെ കുറച്ച് വലിയ അമ്പലമാണ്. അതിന് ചുറ്റുപാടും അതിങ്ങനെ കണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഭംഗി. എന്നെക്കൊണ്ട് എത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ് വാസ് നൈസ്. ഗ്രാമത്തിൽ ഞാൻ ക്യാപ്ചർ ചെയ്ത കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു കുളമാണ്. ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് വറ്റിക്കിടക്കുന്നതും. ആൻഡ് ഈ ദൈവത്തിന് പിന്നാലെ മറ്റേ മഹാഭാരതം റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കഥയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല.
അപ്പം ഈ ഗ്രാമത്തിലെ കുഞ്ഞു കുഞ്ഞ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വേറെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കൂ. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു.